പശ്ചിമേഷ്യയിലും അതുപോലെ മധ്യപൂർവേഷ്യയിൽ രൂപം കൊണ്ട പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇസ്രയേലും ഇറാനും എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെ വെടിനിർത്തിയിട്ടില്ല എന്ന പ്രഖ്യാപനവുമായി ഇറാനും വന്നു. ഒരുപക്ഷേ ഗൾഫ് നാടുകളിൽ ഉടനീളം സുരക്ഷാ കവറായി നിൽക്കുമെന്ന് പറഞ്ഞ് പണം പറ്റുന്ന അമേരിക്കയ്ക്ക് ഇന്നലെ രാത്രിയിൽ കിട്ടിയ ഒരു തിരിച്ചടിയായിരിക്കാം അവരെ ചിലപ്പോൾ ഇതിൻ്റെ വഴിയെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. സുരക്ഷ കൊടുക്കുന്ന ആളിനെ തന്നെ ചങ്കിനിടിയേറ്റാൽ പിന്നെ സുരക്ഷയെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന സൽബുദ്ധി ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിക്കാണും എന്ന് നമുക്ക് കരുതാം. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, എന്തായാലും ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ലോകരാജ്യങ്ങൾ വിശ്വസിക്കാതെയായിട്ടുണ്ട്. പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുന്നതിനായി ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു പൂർണ്ണവും അതുപോലെ സമ്പൂർണവും സമഗ്രവും ഒക്കെയായ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത്. ഇരു രാജ്യങ്ങളും ഈ ഒരു പുതിയ ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നതെന്ന് ഓർക്കണം. അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ വെടിനിർത്തൽ കരാർ ഒന്നും ഇല്ലെന്നും എന്നാൽ ഇസ്രയേൽ ഇറാനെതിരായ ആക്രമണം നിർത്തിയാൽ ഇറാനും വെടിവെപ്പ് നിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ അല്ലെങ്കിൽ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഒരു കരാറുമില്ല. എന്നിരുന്നാലും ഇസ്രയേൽ ഭരണകൂടം അത് ഇറാനിയൻ ജനതയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ, അദ്ദേഹം ടെഹ്റാൻ സമയം പുലർച്ചെ 4 മണി വരെയാണ് സമയം കൊടുത്തിരുന്നത്. ഇപ്പോൾ അവിടെ ഏതാണ്ട് 5:30-6 മണിയാകുകയാണ്. അതിനുശേഷം അവർ ആക്രമണം ചെയ്യുന്നതിനെ പറ്റി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ട്രംപ് ഭരണകൂടത്തിന് വേണ്ടി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി ആയിരുന്നു ഇസ്രയേലുമായി സംസാരിക്കുകയും തുടർന്ന് ഇറാനുമായിട്ട് സംസാരിക്കുകയും ഒക്കെ സംസാരിച്ച് ഇറാനെ ഈ വെടിനിർത്തൽ കരാറിനായിട്ട് പ്രേരിപ്പിച്ചത്. അമേരിക്കയുടെ ഈ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇസ്രയേൽ ഒപ്പുവെച്ചതായും അതുപോലെ ഇറാനെ പിന്തുണയ്ക്കുവാൻ ഖത്തർ സഹായിക്കണമെന്നാണ് ട്രംപ് ഖത്തർ പ്രധാനമന്ത്രി അൽ ഥാനിയോട് ആവശ്യപ്പെട്ടത്. അതേസമയം നേരത്തെ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിന്റെ ഭാഗമായി അവർക്ക് എന്തെങ്കിലും ഒരു സൈനിക ദൗത്യം പൂർത്തീകരിക്കുവാൻ കുറച്ച് സമയമെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, ഈ വെടിനിർത്തൽ ഘട്ടം ഘട്ടമായി ആരംഭിക്കുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അമേരിക്കയിൽ നിന്ന് വരികയാണെങ്കിൽ ഇറാന്റെ UN മിഷൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വാഷിംഗ്ടൺ എംബസിയിൽ നിന്നാണ്. ഇതുവരെയും അവർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം US നിർദ്ദേശിച്ച ഈ വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചതായിട്ട് അമേരിക്കയിലെ ചില മാധ്യമങ്ങളും അതുപോലെ റോയിട്ടേഴ്സും പേര് വെളിപ്പെടുത്താത്ത ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എസ്കെന് നേരത്തെ ഖത്തർ അൽ ഉദൈദ് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമ താവളങ്ങളിൽ ഒന്നാണ്. ഇറാൻ നടത്തിയ ആക്രമണത്തെ ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അമേരിക്കയ്ക്ക് നയതന്ത്ര ചാനലിൽ കൂടി ഇത്തരമൊരു ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, ഈ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞായിരുന്നു. എസ്കെനെ വളരെ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് ഇറാൻ തന്നെ ഈ വിവരം നൽകിയത് കാരണം ജൂൺ 19 തന്നെ ഏതാണ്ട് 100-ൽ പരം പോർ വിമാനങ്ങൾ ഈ ഖത്തറിലെ ഈ സൈനിക താവളത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് മാറ്റാൻ സാധിച്ചു. അവിടുത്തെ സൈനികരെ മാറ്റാൻ സാധിച്ചു. തന്നെയുമല്ല, 14 മിസൈലുകളാണ് വിക്ഷേപിച്ചത്. അതിലെ 13 തടഞ്ഞതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഒരെണ്ണം മാത്രമാണ് താഴെ വീണത്. അതുപോലെ ബഹ്റിനിൽ നിന്നുള്ള വിമാനവാഹിനി കപ്പലും ദിശ മാറ്റി വിടാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇത് ഒരു പക്ഷേ മുഖം രക്ഷിക്കുവാനായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരുപക്ഷെ റഷ്യയൊക്കെ ഇടപെട്ടുള്ള ഒരു ആക്രമണമായിരിക്കാം നടന്നത്. തന്നെയുമല്ല, അമേരിക്കയുടെ കണക്കൂട്ടൽ പ്രകാരം നേരത്തെ PP ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ആയുധ ശേഖരം കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് ദീർഘദൂര മിസൈലുകൾ. അവർക്ക് ഇനി ഷോർട്ട് റേഞ്ച് മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് ഉള്ളത്. എന്നാലും അത് എഴുതിത്തള്ളാൻ സാധിക്കില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഇറാന്റെ ഭീഷണി അമേരിക്കയ്ക്ക് ഉള്ളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കാര്യം ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളുണ്ട്, അവരുടെ സ്ലീപ്പർ സെൽസ് ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലാണ് അമേരിക്ക ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്ലീപ്പർ സെല്ലുകളുടെ ഭീഷണി ഇപ്പോൾ നിലവിലില്ലെന്നാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ മേധാവി ക്രിസ്റ്റി നോയം ഏറ്റവും ഒടുവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ നമുക്ക് ഈ യുദ്ധം ഇങ്ങനെ മൂർച്ഛിക്കുമ്പോൾ ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4% ക്രൂഡ് ഓയിൽ ബാരലിന് വില ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ബാധിക്കുന്നതായതുകൊണ്ട് സമാധാനത്തിലേക്ക് നീങ്ങും. തന്നെയുമല്ല, ഒരുപക്ഷെ തത്വത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് നയതന്ത്ര ചാനലിൽ കൂടെ ഡൊണാൾഡ് ട്രംപിന് ഖത്തർ മുഖേന ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇറാൻ നേരത്തെ തന്നെ എടുത്ത ഒരു നിലപാടുണ്ട്. അതായത് ആക്രമണം അവസാനിപ്പിക്കുന്ന ആ സമയത്ത്
സമയത്താണ് ഏതൊരു കരാറിലും അവർ ഒപ്പിടുക എന്ന്. SKN. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയും ഒരു വെടിനിർത്തൽ ഉണ്ടാകുകയും ഘട്ടം ഘട്ടമായി ഈ വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്യുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദം. എന്നാൽ ഇറാൻ ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഈ അവകാശവാദം ഉന്നയിച്ചതിന് ശേഷവും ഇറാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായി എന്നത് മറ്റൊരു കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, വിദേശ നാടുകളിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളും മറ്റുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മിക്ക വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളൊക്കെ തന്നെ ചില വിമാനങ്ങൾ റദ്ദ് ചെയ്യുകയോ അതല്ലെങ്കിൽ അതിൻ്റെ സമയം പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, അതുപോലെ കൊച്ചി, കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, ഈ 4 വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള വിമാനത്താവളങ്ങൾ ചിലതൊക്കെ വിമാന കമ്പനികൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങൾ റെഫർ ചെയ്യുകയോ അതല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് വിളിച്ചു ചോദിച്ച ശേഷം മാത്രമേ എയർപോർട്ടിൽ എത്താവൂ. കാരണം പല വിമാനങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് ഈ ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്യുകയോ അതല്ലെങ്കിൽ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടുള്ളത്.